നമസ്കാരം. എൻ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി സുരേഷ്. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൻ്റെ അടിപൊളി മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. കളക്ഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഷോപ്പ് കോട്ടയത്ത് ടൗണിനടുത്ത് തന്നെയാണ്, നട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നത്തെ കളക്ഷൻസ് കണ്ടു നോക്കാം. ഹലോ എവ്രി വൺ, നമുക്ക് ആദ്യം തന്നെ കോട്ടൺ കളക്ഷൻ കാണാം. ഇതെല്ലാം 100 റുപ്പീസ് വരുന്ന കോട്ടണാണ്. കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ്. അതും ലാവൻഡർ കളറിലാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റ് ആണ് അതിൻ്റെ ബേസ് കളർ വരുന്നത്. ടോപ്പ് ബോട്ടം സെറ്റായിട്ട് വരുന്ന ഐറ്റമാണ്. അതിൻ്റെ ബോട്ടം വരുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ്. ഓഫ് വൈറ്റും ആ ഒരു ലാവൻഡറും അപ്പോൾ ഒരു ഗ്രീൻ ലൈനും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ 44 വിഡ്ത്ത് വരുന്ന ഐറ്റമാണ്. 100 റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ക്രീം കളറിൽ നല്ലൊരു ഗ്രീൻ കളറിലുള്ള ഡിസൈനാണ്. ആ ഡിസൈൻ നമുക്ക് ഈ രീതിയിൽ വരുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താലാണ് ആ കുർത്തിക്ക് ഭംഗി കിട്ടുള്ളൂ. അതായത് നമുക്ക് വിഡ്ത്ത് വൈസ് അല്ല, ലെങ്ത്ത് വൈസ് തന്നെയാണ് ആ ഡിസൈൻ പോകുന്നത്. അപ്പോൾ ലെങ്ത്ത് വൈസ് വേണം കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതും 44 വിഡ്ത്ത് വരുന്ന ഐറ്റം തന്നെയാണ്. 100 റുപ്പീസ് പെർ മീറ്റർ ആണ്. കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതും ബോട്ടം വരുന്നത് ഒരു സിക്സാക്ക് ഡിസൈനാണ്. ആ ഒരു ഫ്ലവറിൻ്റെ അതേ ഡിസൈൻ അതേ കളറിൽ തന്നെയുള്ള സിക്സാക്ക് പാറ്റേണിൽ വരുന്ന ബോട്ടമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ഐറ്റം ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട്. അതായത് നമ്മുടെ ഈ കോട്ടണും ഒപ്പം സെമി കോട്ടൺ, നമ്മുടെ 80 റുപ്പീസിൻ്റെ സെമി കോട്ടൺ അജ്രക്കിലൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് 2 നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രം ചാറ്റ് ചെയ്യുക. അപ്പം സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എത്ര മീറ്റർ ആണെന്നും കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പോഴും കുറേ കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് മാത്രം അയച്ചിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് അവർക്ക് മെറ്റീരിയൽ ചിലപ്പം സ്റ്റോക്ക് ഔട്ട് ആവാനും കൂടെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആ ചാറ്റിലേക്ക് വീണ്ടും എത്തുമ്പോഴത്തേക്കും ആ മെറ്റീരിയൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എപ്പോഴും മീറ്ററും കൂടെ മെൻഷൻ ചെയ്യുക. അടുത്തതും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്നു. ഇതൊരു പീച്ച് കളറാണ്. പീച്ചും ആ ഒരു ഗ്രീനും ഓഫ് വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. ഇതും ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ് വരുന്നത്. ബോട്ടം വരുന്നത് ചെറിയൊരു ഫ്ലോറൽസ്. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ബോട്ടം ടോപ്പ് ആക്കിയിട്ട് ആ ഒരു ബിഗ് ഡിസൈൻ നമുക്ക് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് മാത്രം എടുത്തിട്ട് കോട്ട് സെറ്റ് അടിക്കാം. ടോപ്പും ബോട്ടവും ഇത്തിരി ലൂസായിട്ടുള്ള ഒരു പലാസോ മോഡൽ ബോട്ടം അടിച്ചിട്ട് സെയിം തന്നെ ടോപ്പ് അടിക്കാം. അതും ഭംഗിയായിരിക്കും. ഇതെല്ലാം 100 റുപ്പീസ് പെർ മീറ്റർ ആണ്. അടുത്തത് നല്ലൊരു ഡീപ്പ് മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഒരു മെഹന്തി ഗ്രീനും യെല്ലോയും ഒക്കെ കൂടെയുള്ള ഒരു ഡിസൈൻ. നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. ലൈനിങ് നമുക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അത്രയും കട്ടിയുള്ള കോട്ടൺ ആണിത്. നൈറ്റിക്ക് സ്റ്റിച്ച് ചെയ്യാനും നല്ലതായിരിക്കും. നമ്മളൊരു 3 മീറ്റർ അല്ലെങ്കിൽ 2.9 ഒക്കെ എടുത്താൽ 2.75 ഒക്കെ ഹൈറ്റ് ഉള്ളവരാണ് 3 മീറ്റർ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ 2.75 ഒക്കെ എടുത്തിട്ട് നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സിക്സാക്ക് പാറ്റേണിലുള്ള ബോട്ടമാണ്. ഈ ബോട്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു 1/2 മീറ്റർ പീസ് നമുക്ക് ആ യോക്ക് പോർഷനിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. കോട്ടൺ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ശ്രിങ്കേജ് എപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ അഡീഷണൽ ആയിട്ടൊരു സ്റ്റിച്ച് എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കോട്ടൺ ഫാബ്രിക് എപ്പോഴും നമുക്ക് ചെറിയൊരു ശ്രിങ്കേജ് വരാനും അതുപോലെ തന്നെ കളർ ലീക്കേജും നമ്മൾ ഫസ്റ്റ് വാഷ് എപ്പോഴും നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നല്ല ഒരു ഒരു ലൈറ്റ് ചിക്കു കളറിൽ നമുക്കൊരു ലാവൻഡർ ഡിസൈൻ ആയിരുന്നു. ചെറിയ ഡിസൈൻസ് ആയിരുന്നു പോകുന്നത്. ഇതിന് ബോട്ടം ആണെങ്കിലും ഒരു ലൈൻ പാറ്റേണിൽ വരുന്ന ബോട്ടമാണ്. അതും ആ ഫ്ലവറിൻ്റെ എക്സാക്റ്റ് കളർ ടോണിൽ തന്നെ വരുന്ന ബോട്ടമാണ്. ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒക്കെ പ്രൈസ് 100 റുപ്പീസ് പെർ മീറ്റർ ആണ്. 44 വിഡ്ത്ത് വരുന്ന ഐറ്റമാണ്.
ഇതും ആ ഡിസൈൻ നമുക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ തന്നെ കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് ആ പാറ്റേണിൽ തന്നെ നമ്മൾ കാണിക്കുന്നത്. ഇങ്ങനെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ബോട്ടവും കൂടെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി സെറ്റ് നമുക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. ഒരു നേവി ബ്ലൂ കളറിലുള്ള ബോട്ടമാണ് ഇത് നമ്മൾ പെയർ ചെയ്യുന്നത്. മീറ്റർ പ്രൈസ് 100 ആണ്. വിഡ്ത്ത് വരുന്നത് 44 ആണ്. നല്ല ബ്ലൂ കളറിൽ വരുന്ന സെമി കോട്ടൺ ഫാബ്രിക്കാണിത്. ഇതിൽ ഓൾ ഓവർ നമുക്ക് ആ കാന്ത സ്റ്റിച്ചസ് പോലെ തന്നെ പ്രിൻറ്റ് പോകുന്നുണ്ട്. ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റൊന്നും പോകുന്ന ടൈപ്പല്ല. അതുകൂടാണ്ട് അതിനകത്ത് നമുക്ക് ഒരു റെഡ് കളറിലുള്ള ഫ്ലോറൽസ് പോലത്തെ ഡിസൈൻസ് ആണ് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മീറ്റർ പ്രൈസ് 80 ആണ്. ഇത് നമുക്ക് 4 കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അടുത്തതും ഒരു റെഡാണ്. അതിനകത്ത് ഡിസൈൻ പോകുന്നത് ഒരു ബ്ലാക്കിലാണ്. ബ്ലാക്ക് ആൻഡ് ഒരു ഡീപ്പ് റെഡ് ഷെയ്ഡിലാണ്. നമുക്കൊരു വൈറ്റ് കളർ ബോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബോട്ടത്തിൻ്റെ ഒപ്പം പെയർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് കോഡ് സെറ്റ് അടിക്കാനും നല്ലതാണ്. കാരണം 80 പെർ മീറ്റർ വരുന്നുള്ളൂ. 40 to 43 ഒക്കെ വിഡ്ത്ത് വരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ അടുത്ത കളർ ചാർട്ട് ഒരു ഗ്രേ ആണ്. നല്ലൊരു ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ്. അതിൻ്റെ അകത്ത് ആ ഫ്ലോറൽസ് പോകുന്നതും റെഡാണ്. $80 per meter ആണ്. എല്ലാത്തിനും നമുക്ക് ആ ഒരു കാന്ത സ്റ്റിച്ചസ് പോലത്തെ ഡിസൈൻസ് പോകുന്ന കാരണം ശരിക്കും നമുക്കിതൊരു കോട്ടൺ ക്ലോത്തിൻ്റെ അതേ ഒരു ഫീല് തരുന്ന ഐറ്റം തന്നെയാണ്. ഇതും നമുക്ക് വിത്തൗട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. കട്ടിയുള്ള ഫാബ്രിക്കാണ്. സീത്രൂ അല്ല, ഒട്ടും സീത്രൂ അല്ല. നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് തന്നെ ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് അയക്കുന്നവർ ജസ്റ്റ് കളറും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ. കാരണം നമുക്ക് ആ റെഡ് കളറും പിങ്ക് കളറും തമ്മിൽ സ്ക്രീൻഷോട്ടിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റെഡ് ആണെങ്കിൽ റെഡ് എന്ന് മെൻഷൻ ചെയ്യുക, പിങ്ക് ആണെങ്കിൽ പിങ്ക് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് വേറൊരു ഡിസൈനിൽ വരുന്നു. നല്ലൊരു ഗ്രീൻ കളറിൽ വൈറ്റ് കളറിലുള്ള ഡിസൈൻസ് ആണ് പോകുന്നത്. ഇതെല്ലാം 80 rupees per meter ആണ്. 500 above പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നത്. DTDC ആണെങ്കിൽ മാത്രം അഡീഷണൽ ചാർജ് വരുന്നതായിരിക്കും. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ്. ഇതിനകത്ത് നമുക്ക് ഒരു വൈറ്റ് കളറിലുള്ള ഡിസൈനാണ്. ഇതിന് നമുക്ക് വൈറ്റ് കളറിലുള്ള കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ് 80 rupeesൻ്റെ. ഇത് സെമി കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ഈ ബോട്ടം വരുന്നതും. ഇല്ലെങ്കിൽ നമുക്ക് പ്യുവർ കോട്ടൺ ആണെങ്കിൽ നമുക്ക് സാറ്റിൻ കോട്ടൺ അവൈലബിൾ ആണ് വൈറ്റ് കളർ. അപ്പോൾ അത് വേണമെങ്കിലും സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്താൽ മതി. അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. ഇതെല്ലാം സെമി കോട്ടൺ ഫാബ്രിക്കാണ്. ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ്. ബ്രൗണിലും ആ വൈറ്റ് തന്നെയാണ് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. ഈ സെമി കോട്ടൺ ഐറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. 80 rupeesന് വെർത്തായിട്ടുള്ളൊരു ഐറ്റമാണ്. അതും നമ്മൾ 500 above പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങും ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം ഇപ്രാവശ്യം നമുക്ക് എല്ലാ ഡിസൈനിൻ്റെയും ഓരോ ബണ്ടിൽ വെച്ചിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. നല്ലൊരു ചെറുപയർ വെച്ച കളറിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു ലൈൻ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അടുത്തതാണെങ്കിലും ഒരു ഇൻഡിഗോ ബ്ലൂ ആണ്.
ഇതൊക്കെ ശരിക്കും നമുക്ക് കോട്ടൺ ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളാണ്. നമുക്ക് ഇതൊക്കെ കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കോട്ടൺ ആണെന്ന് തന്നെയാണ് പറയുള്ളൂ. പിന്നെ ക്ലോത്ത് പിടിച്ച് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് സെമി കോട്ടൺ ആണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയും നല്ലൊരു ഐറ്റം. നമ്മൾ ആദ്യം കാണിച്ച വൈറ്റ് കളറിലുള്ള നമ്മുടെ കോട്ടൺ സ്ലബ് ബോട്ടമൊക്കെ ഇതിന് മാച്ച് ആവുന്നതാണ്. ഇതെല്ലാം 80 റുപ്പീസ് പെർ മീറ്റർ ആണ്. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ആ ഒരു ഭംഗിയുള്ള ഡിസൈനാണ് പോകുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് 4 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേവി ബ്ലൂ, ബ്രൗൺ, റെഡ് ആൻഡ് ബ്ലാക്ക്. ഇതിലും നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ അപ്പോൾ കളറൊന്നും മെൻഷൻ ചെയ്യണേ. കാരണം നേവി ബ്ലൂവും ബ്ലാക്കും തമ്മിലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ചിലപ്പം കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് നേവി ബ്ലൂ ആണെങ്കിൽ നേവി ബ്ലൂ എന്നും കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, ബ്ലാക്കിന് ബ്ലാക്ക് എന്നും കൂടെ മെൻഷൻ ചെയ്യുക. കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതും ഒരു മെറൂൺ ആൻഡ് ബ്ലാക്കിൽ വരുന്നു. ₹80 പെർ മീറ്റർ ആണ്. 40 to 43 ഒക്കെ വിട്ട് വരുന്ന ഐറ്റമാണ്. ഇത് വേണമെങ്കിൽ ടോപ്പ് ബോട്ടം ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മുടെ 120 റുപ്പീസിൻ്റെ കോട്ടൺ ആണ്. ഇത് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ മെറൂൺ കളർ ടോപ്പാക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒരു കോംബോ ചെയ്യാം. അപ്പോൾ ഇത് കോട്ടൺ ആണ്. 120 ബോട്ടമായിട്ട് കാണിക്കുന്നത് കോട്ടൺ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിന് വേണമെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ്. ഇത് ₹80 പെർ മീറ്റർ തന്നെയാണ് ബോട്ടമായിട്ട് കാണിക്കുന്നത്, ബ്ലാക്ക് ഫാബ്രിക്കും. ഇനി അടുത്തതായിട്ട് ഈ ഡിസൈനിൽ നമുക്കൊരു കളറും കൂടി ഉണ്ട്, ബ്ലാക്കിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കളർ ഒന്ന് മെൻഷൻ ചെയ്യുക. ബ്ലാക്കിനാണെങ്കിൽ ബ്ലാക്ക് എന്നൊന്ന് മെൻഷൻ ചെയ്യണേ. അടുത്തത് ചെറിയ ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ബ്ലൂ കളറിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത്. ഇതും സെമി കോട്ടൺ ഫാബ്രിക് ആണ്. ₹80 പെർ മീറ്റർ ആണ് പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് ബോട്ടമായിട്ട് ആ ഒരു ഡിസൈനിൻ്റെ അതേ കളർ കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ്. ₹80 പെർ മീറ്റർ ആണ് ബോട്ടമായിട്ട് കാണിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ബ്ലൂ ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷൻ. ചെറിയ ഡിസൈൻസ് ആയ നല്ല ഭംഗിയുണ്ട്. ഇതിന് നമുക്ക് ആ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ്. അപ്പോൾ ടോപ്പ് ബോട്ടമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ആണിത്. ഇത് വീഡിയോ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുക. ഇതൊരു നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു പിങ്ക് ഡിസൈൻ വരുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ നമുക്കത് ബ്ലാക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നൊരു കളർ ഷെയ്ഡാണ്. ഇതിനും നമുക്ക് മുമ്പേ കാണിച്ച ആ ഒരു പിങ്ക് കളറിലുള്ള കോട്ടൺ സ്ലബ് ബോട്ടമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് പീച്ചാണ്. പീച്ച് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. നമ്മൾ ഇതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ആദ്യം കണ്ടത് പിങ്ക് ആയിരുന്നു. അപ്പം ഇതും കളർ ഡിഫറൻസ് ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ പിങ്കും പീച്ചും തമ്മിൽ. അപ്പം ഇതിനൊന്ന് പീച്ച് എന്നൊന്ന് മെൻഷൻ ചെയ്യണം. ഇത് ഓർഡർ ചെയ്യുന്നവർ പീച്ചെന്നും പിങ്ക് ആണെങ്കിൽ പിങ്ക് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് പിങ്കും ഇപ്പോൾ കാണിക്കുന്നത് പീച്ചുമാണ്. ഇതിന് നമുക്ക് ആ ഒരു ബ്ലൂ കളറിലുള്ള കോട്ടൺ സ്ലബ് മാച്ച് ആവുന്നതായിരുന്നു. അടുത്ത ഐറ്റവും നേവി ബ്ലൂ ഷെയ്ഡിൽ സെമി കോട്ടൺ ഫാബ്രിക് തന്നെ വരുന്നതാണ്. ഇതിൽ നമുക്ക് കാന്ത സ്റ്റിച്ചസ് തന്നെയാണ് പോകുന്നത്, പ്രിൻ്റ് അല്ല. കാന്ത സ്റ്റിച്ചസിനോടൊപ്പം തന്നെ ആ ഒരു ഡിസൈൻ വരുന്നത് പ്രിൻ്റാണ്. അപ്പം നമുക്ക് ക്രീം കളറിലുള്ള ചിക്കു കളറിലുള്ള ഒരു കാന്ത സ്റ്റിച്ചസ് ആണ് പോകുന്നത്. നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് സെമി കോട്ടൺ ആണ്. മീറ്റർ പ്രൈസ് വരുന്നത് 120 പെർ മീറ്റർ ആണ്. അടുത്തതും ആ സെയിം ഡിസൈൻ തന്നെ ബ്രിക്ക് റെഡ് കളറിൽ വന്നിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്, രജറക് ഡിസൈനാണ് പോകുന്നതും. ആ ഒരു ഡിസൈനിൽ നമുക്ക് 2 കളർ ചാർട്ടായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് ചിക്കു കളറിലുള്ള ബോട്ടം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്.
നമുക്ക് കോട്ടൺ സ്ലബ് ചിക്കു കളറിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം. 80 രൂപയാണ് നമ്മുടെ കോട്ടൺ സ്ലബിൻ്റെ പ്രൈസ് വരുന്നത്. സെമി കോട്ടൺ ഫാബ്രിക്കിൽ കാന്ത സ്റ്റിച്ചസ് പോകുന്ന അടുത്ത ഐറ്റം നമുക്ക് അജ്രക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു അജ്രക് ഡിസൈൻസിലാണ് ഇത് വരുന്നത്. നേവി ബ്ലൂ ആണ് ഷെയ്ഡ്. അതിനകത്ത് നമുക്ക് ആ ഒരു ബ്രിക്ക് റെഡ് കളറും ചിക്കു കളറിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. 120 മീറ്റർ പ്രൈസ് വരുന്നു. 42 വിഡ്ത്താണ് വരുന്നത്. അടുത്തത് ഈ ഐറ്റത്തിൻ്റെ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. മെറൂൺ അല്ല, ഇതൊരു ബ്രിക്ക് റെഡ് ആണ് കളറ്. അതിൻ്റെ അകത്ത് നമുക്കും ആ ഒരു ചിക്കു ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മുമ്പേ കാണിച്ച ചിക്കു കളറിലുള്ള കോട്ടൺ സ്ലബ് മാച്ചിങ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ്. ആ ബ്ലാക്ക് ആൻഡ് ആ റെഡ് കോമ്പിനേഷൻ ഒപ്പം ചിക്കും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. നമുക്ക് ചിക്കു ബോട്ടവും കൂടെ ഇങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് കാന്ത സ്റ്റിച്ചസ് പോകുന്ന ഫാബ്രിക്കിൻ്റെ പ്രൈസ്. ബോട്ടത്തിൻ്റെ പ്രൈസ് 80 പെർ മീറ്റർ ആണ്. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. താങ്ക്